ഇതെന്താ എല്ലാരും ഇങ്ങനെ സൗണ്ട് ആക്കുന്നേ? നിങ്ങൾ ഇത്ര ആൾക്കാരേ ഉള്ളൂ പരിപാടിക്ക്? ഓക്കെ, നമുക്ക് ഇനി ആരെങ്കിലും വരുവാണെ വരട്ടെ. അപ്പൊ ഇന്നിവിടെ ക്ലേ മോഡലിംഗ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലബിന്റെ വാർഷികാഘോഷത്തിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ക്ലേ മോഡലിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ അതിനല്ലേ നിങ്ങൾ എല്ലാരും വന്നത്? ഓ, പാട്ടില്ല മോളെ, നമ്മൾ ക്ലേ മോഡലിംഗ് അല്ലേ മെയിൻ ആയിട്ട് വെച്ചേക്കുന്നേ. അതില് നിങ്ങൾ എല്ലാവരും തകർക്കൂലേ? ഇപ്പൊ സമയം 10 മണിയായി, നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ഇനി ആരും വരുന്നു തോന്നുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ക്ലേ തരാം. അതിന്റെ ഷേപ്പറും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ എന്നിട്ട് ആരാണ് നല്ല ഭംഗിയിൽ ഉണ്ടാക്കുന്നത് അവർക്കാണ് പ്രൈസ് കിട്ടുക. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഉണ്ട്. ഓക്കെ, നോക്കൂ മക്കളെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലേയുടെ കിറ്റ്. അപ്പൊ ഇതില് കുറച്ച് കളേഴ്സ് ക്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു അത് ഉരുട്ടും പരുത്തും ഒക്കെ ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ഇതാണ് അതിന്റെ മൗൾഡ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടെങ്കിൽ അതും ആക്കാം. എങ്ങനെയാലും കുഴപ്പമില്ല. നിങ്ങൾക്കപ്പോൾ ഓരോരാൾക്കും നമ്മളാണ് ചൂസ് ചെയ്തിട്ട് തരുന്നത് ക്ലേ. അപ്പൊ അതിന് കണക്കായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കും. നമ്മളെ ക്ലേ ഇതാണ്, ഇത്രയും കളേഴ്സ് ആണ് അവൈലബിള്. മൗൾഡ് ഉണ്ട്. അപ്പൊ നമ്മളിത് കിറ്റായിട്ട് വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് 4 മൗൾഡ് അതിന്റെ കൂടെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോരാളും മൗൾഡ് ചൂസ് ചെയ്യുന്നവര് മൗൾഡ് ഒരാൾ യൂസ് ചെയ്തിട്ട് മാത്രം വേറെ ആൾ എടുക്കുക. വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചൂസ് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ആരും വഴക്കുണ്ടാക്കാൻ പാടില്ല, അതുപോലെ കൊടുക്കാതിരിക്കാനും പാടില്ല. എല്ലാ കളേഴ്സും എല്ലാവർക്കും യൂസ് ചെയ്യാം. നിങ്ങൾ എത്ര കളേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മെയിൻ കളർ ഉണ്ടാവണം. അപ്പം അത് നിങ്ങളിപ്പോൾ എല്ലാവരും ചൂസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പറയണം ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. മോൾഡ് വേണ്ടവർ മോൾഡ് വേണമെന്ന് പറയണം. ഓക്കെ, ഞാനിതിൽ വൈറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് മൗൾഡ് വേണം, അതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ റാബിറ്റിന്റെ മൗൾഡ് എടുക്കുന്നത്. ഞാനാക്കുന്നത് ഒരു കോപ്പയും അതിന്റെ സ്പൂണുമാണ്. എനിക്ക് അതുകൊണ്ട് ബ്രൗൺ കളറാ വേണ്ടത്. ഓക്കെ, മോനപ്പോ മൗൾഡ് വേണ്ട അല്ലേ? വേണ്ട, ഞാൻ മൗൾഡ് വെച്ചിട്ട് എയർപ്ലെയിൻ ആക്കിക്കോളാം. എന്റെ ഫേവറേറ്റ് കളർ പർപ്പിൾ ആണ്, എനിക്ക് അത് മതി. ഞാൻ ക്യാരറ്റ് ഉണ്ടാക്കുന്നത്. എനിക്ക് മൗൾഡ് വേണ്ട. ക്യാരറ്റ് എനിക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാം. ഞാൻ അതുകൊണ്ട് മെയിൻ കളറായിട്ട് ഓറഞ്ച് കളറാണ് എടുക്കുന്നത്. പിന്നെ ഗ്രീനും കൂടി വേണം. എടാ, ഞാൻ ഡോൾഫിനെ എടുക്കാം. ഓക്കെ, എന്നാൽ മറ്റേ റെഡ് കളറിലുള്ള ഡോഗിനെ ഞാൻ എടുത്തോളാം. ഡോൾഫിൻ കടലിലല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് എടുക്കുന്നത്, കടലിന്റെ സെയിം കളർ. ഓക്കെ, എന്നാൽ എന്റെ ഡോഗ് നല്ല ബ്ലാക്ക് ഡോഗാ, ബ്ലാക്ക്. അതുകൊണ്ട് ഞാൻ മെയിൻ കളറായിട്ട് എടുക്കുന്നത് ബ്ലാക്കാ. മക്കളെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മോൾഡ് വേണ്ടുന്നവർക്ക് മോൾഡ് കിട്ടി. പിന്നെ കളേഴ്സ് എല്ലാവരും ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറച്ച് ദൂരോട്ട് ഇരുന്നോളൂ. ഞാൻ എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞ മെയിൻ കളേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതാണോ അതിന് സബ്ബായിട്ട് വേണ്ടുന്ന കളേഴ്സ് അത് നിങ്ങൾ വന്നിട്ട് ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് എടുത്തിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ സബ്ബായിട്ട് തിരഞ്ഞെടുക്കുന്നത് കളേഴ്സ് വേറെ കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ അവരെടുക്കുന്ന വാങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 hours ആണ് നമ്മൾ ടൈം തരുന്നത്. അതിനുള്ളിൽ ചെയ്ത് തീർക്കണം. ഇത് ഇതുപോലെ ഇങ്ങനെ പരത്തണം. ആദ്യം പരത്തിയിട്ട് നമുക്ക് മൗൾഡ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എയർപ്ലെയിൻ നോക്കി, വാവ്, സൂപ്പർ അല്ലേ? ബ്ലാക്ക് ഡോഗിനെ നോക്കി. ബ്ലൂ ഡോൾഫിൻ റാബിറ്റിനൊരു കണ്ണും കൂടെ വെച്ചുകൊടുത്തിന്. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് തന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ആക്കിയില്ലേ അല്ലേ? അപ്പൊ നിങ്ങളെല്ലാരും നിങ്ങൾ ആക്കിയ ഐറ്റത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. ഇപ്പൊ ജഡ്ജ് വരും. അപ്പൊ അവരാണ് തീരുമാനിക്കുന്നത് ആർക്കാണ് സമ്മാനം കിട്ടിയിട്ടുള്ളതെന്ന്. ചേച്ചി ഒന്ന് എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ.
എല്ലാരും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ ആർക്കാ സമ്മാനം കിട്ടാന്ന് ചേച്ചിക്ക് അറിയില്ല. അത് ജഡ്ജാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ജഡ്ജ് വരട്ടെ. നിങ്ങൾ എല്ലാരും ക്ഷമയോടെ നിൽക്കുക. ആരും ഉണ്ടാക്കിയതൊന്നും നശിപ്പിക്കാനും പാടില്ല. ഓക്കെ. അപ്പൊ ഞാനാണ് നിങ്ങൾ ഇതൊക്കെ നോക്കാൻ വന്ന ജഡ്ജ്. അപ്പൊ മാമൻ കണ്ടോട്ടെ ഇതൊക്കെ എല്ലാരും ആക്കിയത് നോക്കട്ടെ. മോളുടെ പേരെന്താ? എന്റെ പേര് ചിന്നുന്ന. ഓക്കെ മോളെ. മോളപ്പൊ എയറോപ്ലെയിനാണ് ഉണ്ടാക്കിയതല്ലേ? പേരെന്താ? ആദി. ഓക്കെ. മോനിത് കൈകൊണ്ടാണോ ഉണ്ടാക്കിയത് അല്ലെ മോൾഡ് വെച്ചാണോ? കൈകൊണ്ട് ഉണ്ടാക്കിയതാ മാമ. മോനെ ഇത് നോക്കട്ടെ. ഓ ഡോഗ് ആണല്ലോ. ബ്ലാക്ക് ഡോഗ് അല്ലേ? മോന്റെ പേരെന്താ പറ? എന്റെ പേര് ജിഷ്ണു. പേര് മിലന്ന. മിലൻ മോൻ ഉണ്ടാക്കിയ സാധനം എന്താ നോക്കട്ടെ. ഓ ഡോൾഫിൻ ആണല്ലേ. മോന്റെ പേരെന്താ? ടക്കു. മോനെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരായിരിക്കൂലേ? മോന്റെ ശരിക്കും പേരെന്താ? ആരുഷ്. ആരുഷ് മോൻ ഉണ്ടാക്കിയത് എന്താ? ക്യാരറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ കൈ കൊണ്ടല്ലേ മോൻ ഇത് ഉണ്ടാക്കിയത്? ആ അതെ. ലാസ്റ്റ് കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പോവാം. ആരാ ഇയാള്? പേര് കുട്ടുമണി. ആദ്യത്തിനെയാ ഉണ്ടാക്കിയ. ഓക്കെ. ഞാൻ എല്ലാരെ മോഡൽസും കണ്ടു. എനിക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ചെറിയ മക്കളല്ലേ, എല്ലാരും ഇത്രയും ഉണ്ടാക്കിയില്ലേ. പിന്നെ പക്ഷെ നമുക്ക് മത്സരം ആയതുകൊണ്ട് തന്നെ 3 ആൾക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ അത് ചേച്ചി പറയും കേട്ടോ. ചേച്ചിയോട് പറയാം. ഈ ലിസ്റ്റിൽ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച്. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ചേച്ചി ഇവിടെ പ്രൈസ് പറയാൻ പോവാണ്. ആർക്കാണ് കിട്ടിയതെന്ന്. ആദ്യം പറയുന്നത് 3rd പ്രൈസ് ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കോട്ടേക്ക് മുന്നോട്ടേക്ക് വരാം. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ക്ലേ മോഡലിങ്ങിന് ഇവിടെ 3rd പ്രൈസ് കിട്ടിയേക്കുന്നത് നമ്മുടെ മിലൻ മോനാണ്. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അല്ലെങ്കിൽ നമുക്ക് 2nd പ്രൈസ് ആർക്കാണെന്ന് പറയാം. 2nd പ്രൈസ് കിട്ടിയേക്കുന്നത് ആദിക്കാണ്. ആദിയുടെ ബൗൾ ആൻഡ് സ്പൂൺ മോഡലിനാണ് 2nd പ്രൈസ് കിട്ടിയേക്കുന്നത്. എല്ലാരും ക്ലാപ്പ് ചെയ്യ്. ആദി നിനക്ക് കോൾ അടിച്ചല്ലോ. നമുക്കൊന്നും പ്രൈസ് ഇല്ലെന്നാ തോന്നുന്നത്. നമുക്ക് ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറയട്ടെ ആരാന്ന്. നമ്മുടെ ആരുഷ് മോനാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ ആരുഷ് മോൻ ഉണ്ടാക്കിയത് ക്യാരറ്റ് ആണ്. എല്ലാരും ഒന്നുകൂടെ ക്ലാപ്പ് ചെയ്തേ നോക്കട്ടെ. എനിക്കാണോ ഫസ്റ്റ്? എടി കുട്ടിമണി നോക്ക്, എനിക്കാ കിട്ടിയ ഫസ്റ്റ്. തക്കോട്ടിന്റെ ക്യാരറ്റ് അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ശരിക്കും നാച്ചുറൽ ആയിട്ടുണ്ട്. സന്തോഷായി. അപ്പൊ പ്രൈസ് കിട്ടുന്നത് നാളെ ആയിരിക്കും. നാളെ നമ്മുടെ ഗ്രൗണ്ടിലെ മെയിനായിട്ട് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും പങ്കെടുക്കണം. പ്രൈസ് കിട്ടിയവർ കിട്ടാത്തവരെല്ലാം പങ്കെടുക്കണം. ബാക്കിയുള്ള കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നാളെ ഈവനിങ് ആവുമ്പോൾ ഗ്രൗണ്ടിലേക്ക് വരണം കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പോണേ, ഒന്നിച്ച് പോണേ. വീട്ടിലെത്തിയിട്ട് എനിക്ക് ക്യാരറ്റ് കളിക്കാൻ തരണേ. റാബിറ്റ് നല്ല രസമുണ്ട് കാണാൻ.